വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹധനീയരായ പണ്ഡിതന്മാരെ, അധ്യാപകരെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒരു ചെറിയ ഭാഗം മാത്രമാണ് വിഷയസംബന്ധിയായി സൂചിപ്പിക്കണം എന്നുദ്ദേശിക്കുന്നത്. വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്കൂളിൽ നിന്ന് ജമാഅത്ത് നമസ്കാരത്തിന് മുസ്ലിങ്ങളായ അധ്യാപകർ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്നത് കണ്ട് സ്കൂളിലേക്ക് പുതിയതായി നിയമിതനായ ഇതര മതസ്ഥനായൊരു അധ്യാപകൻ വളരെ ആദരവോടുകൂടി ചോദിച്ചു, നിങ്ങൾ എന്നും ഇങ്ങനെ പള്ളിക്ക് പോകാറുണ്ടോ? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അധികം അറിയാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു, എന്നും നല്ല, എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു ദിവസം തന്നെ 5 നേരവും ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കാറുള്ളത്. അദ്ദേഹം വളരെ അതിശയത്തോടെ, അത്ഭുതത്തോടെ, എല്ലാ ദിവസവും പോകുമോ? അതിൽ ഒരു ദിവസം തന്നെ 5 തവണ പോകുമോ? അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞത്, ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം നല്ല ഭക്തിയുള്ള ഒരാൾ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക് പോവുക, ചിലപ്പം മാസത്തിൽ 2 തവണ 3 തവണ പോകും. അവിടെ നിങ്ങൾ എല്ലാ ദിവസവും അതിലൊരു ദിവസം തന്നെ 5 തവണ പോകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ സഹോദരങ്ങളെ. അതേ അധ്യാപകൻ 2-3 മാസത്തിന് ശേഷം ഒരു സംസാരത്തിൽ വളരെ മാന്യമായി അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചു. ആ ചോദ്യമാണ് വിഷയത്തിൻ്റെ മർമ്മം. അദ്ദേഹം പറഞ്ഞു, മാഷേ, ഞാൻ നോക്കുമ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിൽ മതപരമായ കാര്യത്തിൽ വലിയ അന്തരമുണ്ട്. നിങ്ങൾ ചെറുപ്പം മുതൽ മതം പഠിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസരമല്ല. പള്ളികൾ, ക്ലാസ്സുകൾ, സമ്മേളനങ്ങൾ, ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി MSMൻ്റെ പ്രോഗ്രാം, യുവാക്കൾക്ക് വേണ്ടി ISMൻ്റെ പ്രോഗ്രാം, സഹോദരിമാർക്ക് തന്നെ കുട്ടികൾക്ക് സ്റ്റുഡൻസ് വിങ്ങിൻ്റെത്, MGM, ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ, വെളിച്ചം പരീക്ഷകൾ, എത്രയോ റമദാനിലെ 30 ദിവസം ക്ലാസ്, സുബൈക്കേഷൻ ക്ലാസ്. ഞങ്ങൾക്കതൊന്നുമില്ല, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പക്ഷേ നിങ്ങളും ഞങ്ങളും തമ്മിൽ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ധാർമ്മികതയിലോ വലിയ വ്യത്യാസമൊന്നും അധികം കാണില്ലല്ലോ. നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് മാഷേ, ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്, അതെന്താണ് കാരണം? നമ്മൾ വല്ലാത്തൊരു ചോദ്യമാണിത്. നമ്മൾ തന്നെ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഞാൻ എൻ്റേതായൊരു വിശദീകരണം നൽകാം. നമ്മുടെ പത്രത്തിൽ MDMAയുടെ പേരിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 5 യുവാക്കളുടെ ചിത്രം വന്നാൽ അദ്ദേഹം പറയാണ്, 3 ആൾക്കാർ ഞങ്ങളത്, ശരി ആയിക്കോട്ടെ, പക്ഷെ ബാക്കി 2 ആൾക്കാരിത് നിങ്ങളുടേതല്ലേ? 3 ആളുകളായ ഞങ്ങളത് അവിടെ നിൽക്കട്ടെ, ബാക്കി 2 ആൾക്കാരിത് പരലോകമുണ്ട്, സ്വർഗമുണ്ട്, വേദഗ്രന്ഥമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഖബർ ശിക്ഷാ രക്ഷകളുണ്ട്, മീസാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചെറുപ്പത്തിൽ പഠിച്ച നിങ്ങളുടെ 2 പേരെങ്ങനെയാണ് ഞങ്ങളെപ്പോലെ ആകുന്നത്? നാട്ടിൽ ഏതെങ്കിലും ഒരു അവിഹിതത്തിൻ്റെ പേരിൽ സ്വന്തം ബാപ്പാനി ഇമ്മാനി ഇട്ടാണ്ട് ഒരാളുടെ കൂടെ ഒളിച്ചോടിയതിൻ്റെ വാർത്ത ഒരു ദിവസം ഞങ്ങളുടേത് വരികയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളുടേതാണ് വരുന്നത്. ഞങ്ങളുടെ മക്കൾ മദ്രസയിൽ പഠിക്കണില്ല, ഞങ്ങളുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന അതേ അബദ്ധവും ഞങ്ങൾക്ക് പറ്റുന്ന അതേ പോരായ്മയും സാമ്പത്തികത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് ഒരു 6 ആളെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ 3 ഞങ്ങളതാണ്. ഞങ്ങളതിനെ ന്യായീകരിക്കല്ല, പക്ഷെ ഞങ്ങൾക്ക് പരലോകമല്ലല്ലോ,
ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമാ ഖുത്ബല്ലല്ലോ, ലേണിംഗ് ഇല്ലല്ലോ, ഞങ്ങൾ കുട്ടികൾക്ക് ഹദീസും ഖുർആനും പഠിക്കണില്ലല്ലോ. എന്നാൽ ഇതൊക്കെ വർഷങ്ങളോളമായി പഠിച്ച നിങ്ങൾക്കും ഞങ്ങളുടേതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ധാർമ്മികതയിലും ഇതുപോലെയാകാൻ കാരണം? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് സംസാരിക്കണത്. സോ എന്താ സംഭവം എന്നറിയും? നമ്മുടെ നാട്ടിൽ ഞാനടക്കം പറയാണ്, നമ്മളെ ആളുകളെ മുവഹിദുകളടക്കം ഇസ്ലാമിൻ്റെ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സുന്നത്തുകൾ, അതിൻ്റെ കറാഹത്ത്, അതിൻ്റെ ഫർള്, അതിൻ്റെ ജായിസ്, ആ കാര്യങ്ങൾ ശരിക്കും സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്, ചെയ്യും വേണം. എന്നാൽ എന്തിനാണ് അള്ളാഹു നമ്മളോട് ആരാധനാ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത്? ആരാധന നിർവഹിക്കുന്ന നമ്മളുടേത് സ്വീകരിക്കാൻ, അള്ളാഹ് സ്വീകരിക്കാൻ ഈ ഹുക്കുമകൾ മാത്രം മതിയോ? അതോ നിസ്കാരം കൊണ്ട് എന്താണ് എന്നിൽ ഉണ്ടാകേണ്ടത്, നോമ്പ് കൊണ്ട് എന്താണ് എന്നിൽ ഉണ്ടാകേണ്ടത് എന്നത് നമ്മൾ പഠിപ്പിക്കുന്നതിൽ വളരെ പിറകിലോട്ട് പോകുന്നു എന്നത് സങ്കടമാണ്. ഞാൻ ഉദാഹരണം പറയട്ടെ മനസ്സിലാകാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അമീർ മുഅ്മിനീൻ, ഇന്നയാൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാണ്, അദ്ദേഹം ഒരു സാധനം കട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു, മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അമീർ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം കക്കൂല. ആ വാചകം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹം മോഷണം നടത്തൂല. എന്തേ അദ്ദേഹം മോഷണം നടത്തൂല നിങ്ങൾ പറയാൻ കാരണം? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണോ? അല്ല. നിങ്ങൾ അദ്ദേഹവുമായിട്ട് എൻ്റെ തൊട്ട് മുന്നേ ആ സമയത്ത്, ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളും അദ്ദേഹം തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. പിന്നെന്തേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എന്താ അറിയോ? ലാ യസിനി അസ്സാനി ഹീന യസിനി വഹുവ മുഅ്മിനുൻ വലാ യസ്രിഖു അസ്സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരിക്കൽ പോലും മുഅ്മിനായൊരു വ്യക്തി കക്കൂല, മുഅ്മിനായൊരു വ്യക്തി ഒരിക്കലും മോഷണം നടത്തൂല. അദ്ദേഹം നിസ്കരിക്കുന്ന പള്ളിയായിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ചല്ലാതെ ബാക്കി ആരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞോളിൽ. അദ്ദേഹം നിസ്കരിക്കുന്ന ദീനിയായി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് കാണണ്ട, അറിയണ്ട, ഒരിക്കലും അദ്ദേഹം മോഷണം നടത്തൂല. ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനൊരു വാചകം നമ്മളുടെ നാട്ടിൽ പള്ളിയുമായി, ദീനുമായി, നിസ്കാരവുമായി, ആദർശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയോ? അദ്ദേഹം തൗഹീദുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം സാമ്പത്തികത്തിൽ കൃത്രിമത്വം കാണിക്കൂല. അവൾ ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടിയാണ്, ഉമ്മയാണ്, അവൾ ഭർത്താവിനോട് മോശക്കേട് കാണിക്കൂല. ആ കുടുംബം റമദാനിൽ ഒന്നിച്ച് ഇഅ്തികാഫിന് പോണ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത കേൾക്കൂല. കാരണം അവർ ദീനിയായ ആദർശമുള്ള കുടുംബമാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയോ? അതോ നമ്മളെക്കുറിച്ച് എന്താണ് പറയണത്? നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടോ, 3 വട്ടം ഉംറക്ക് പോയിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായ ഇടപാടിൽ ഇങ്ങനെയാണ് കേട്ടോ, ഓല കുടുംബത്തിൽ ഇന്നും കച്ചറ തീർന്നിട്ടുള്ള കേട്ടോ, സ്വത്തോഹരി വെക്കണോടത്ത് എല്ലാവരും താടിയും വെച്ചിട്ട് സുബൈക്കും വരുന്നുണ്ട്, പക്ഷെ ഇന്നിപ്പോഴും ആങ്ങളും പെങ്ങളും നമ്മൾ കച്ചറ തീർന്നിട്ടില്ല കേട്ടോ. ഇതിന് കാരണം എന്താണ്? ഇങ്ങനൊരു ദീനില്ല, ഇങ്ങനൊരു ദീനില്ല. അങ്ങനെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും പറയണം, ആരാധന ഒരു ഭാഗത്തും സ്വഭാവം പെരുമാറ്റം മറ്റൊരു ഭാഗമായിട്ട് രണ്ടും പഠിപ്പിച്ചു വെച്ചു. ഞാൻ ചെറിയ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. നമുക്ക് ചിലപ്പോൾ തമാശയായി തോന്നുമെങ്കിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യനും 2 കുട്ടികളെയും വെള്ളത്തിൽ മുക്കിക്കൊന്ന, പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ മുക്കിക്കൊന്നു. ഇൻഷൂറുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാനാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ സോങ്ങളെ, സ്വന്തം ഭാര്യനെ ഭർത്താവ് വെള്ളത്തിൽ മുക്കിക്കൊല്ലുക, കുട്ടിയെ കൈപ്പിടിയിൽ കിട്ടാഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തറിയോ? തുടയുടെ ഭാഗത്ത് കുട്ടിയുടെ കഴുത്ത് വെച്ചിട്ട് ഇത്ര ഉയരമുള്ള വെള്ളത്തിൽ, അദ്ദേഹത്തിന് ഇത്ര ഉയരമുള്ള വെള്ളത്തിൽ അദ്ദേഹം കഴുത്ത് അവിടെ മുറുക്കി പിടിച്ചിട്ട് മുട്ടുകുത്തിയിട്ട് ആ വെള്ളത്തിൽ ഇരുന്നു. ആ കുട്ടി കാലിട്ട് അടിച്ചിട്ടുണ്ടാവൂലേ, കരഞ്ഞിട്ടുണ്ടാവൂലേ, കുമിളകൾ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവൂലേ, വാപ്പാങ്ങൾ എന്താണ് ഈ കാട്ടണെന്ന് ചോദിച്ചിട്ടുണ്ടാവൂലേ, വാപ്പാങ്ങൾ എന്താണ് ഈ കാട്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവൂലേ. നമ്മളെ കയ്യ് വറച്ചില്ല, കണ്ണുന്നൊരു തുള്ളി കണ്ണുനീര് വന്നില്ല, ഒന്നും ചെയ്തില്ല, കൊന്നു. ഭാര്യനെയും 2 3 മക്കളെ കൊന്നു.
അദ്ദേഹത്തെ തെളിവെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒന്ന് നമ്മൾ ആദർശമുള്ളതാണ്. അദ്ദേഹത്തിനോട് ഖുതുബയ്ക്ക് ശേഷം പറഞ്ഞാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മൗലവി ഞങ്ങൾ ആ പ്രതിനെ കൊണ്ടുവരുമ്പോൾ പ്രതിൻ്റെ വേഷം നിങ്ങൾക്ക് അറിയാം എന്താണ്? എന്നോട് പറയാണ്, നിങ്ങൾ ഈ ജുമാക്കിട്ട ഡ്രസ്സില്ലേ, ഫുൾ കൈ വെള്ള, നെരിയാണ്ട മുകളിൽ സിംഗിൾ മുണ്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്. അദ്ദേഹത്തിന് തെളിവെടുപ്പ് ഒരു 11:30 ആ ഒരു സമയമാണ്. കൊണ്ടുവന്നു. അപ്പം നല്ല ചൂടാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പം വിയർത്തിങ്ങനെ വിളിച്ചപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ എന്തൊക്കെയാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും പോലീസ് വണ്ടിയിലുള്ള വെള്ളം അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും അല്ല നിങ്ങൾ കുടിച്ചോളൂ പ്രശ്നമല്ല, വേണ്ടാന്ന്. മൂന്നാമട്ടം നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വേണ്ടാന്ന്. എന്ത് ചോദിച്ചു? എനിക്ക് സുന്നത്ത് നോമ്പാണ് കാരണം. ഇത് നമുക്ക് രസമാണ്, പക്ഷെ ഇത് നമ്മളെ നാട്ടിലത്തെ ദീനാണ്. നമ്മളെ നാട്ടിലത്തെ ദീനാണ്. നിങ്ങൾ അദ്ദേഹത്തെ കാണണം, തൊപ്പി വെച്ച് ഫുൾ കൈ വെള്ളയിട്ട് നെരിയാൻ്റെ മുകളിൽ തുണിയെടുത്ത് ഒരു മൗലവിക്ക് സമാനമായി വേഷം ധരിച്ച്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്ന് കിട്ടിയത് DJ-ൻ്റെ പാട്ടല്ല, അന്ന് CD ആണ്. DJ-ൻ്റെ CD അല്ല, സിനിമാ പാട്ടിൻ്റെ ചിത്രഗീതത്തിൻ്റെ CD അല്ല, അബ്ദുസ്സമദ് സമദാനിയുടെ മദീനയിലേക്കുള്ള പാതയുടെ 14 CD. ആൾക്കാർ ചോദിക്കണം എന്താ അറിയോ നിങ്ങളെ, നമ്മളോട് ചോദിക്കണം എന്താ അറിയോ? വണ്ടിയിൽ ഫുൾ ടൈം വാല്, വേഷത്തിൽ പ്രവാചകന്റെ സുന്നത്ത്, സംസാരത്തിൽ മുഴുവൻ ദീനിൻ്റെയും തഖ്വൻ്റെയും കാര്യം, സ്വന്തം ഭാര്യനും കുട്ടിനെയും വെള്ളത്തിൽ മുക്കിയിട്ട് പൈസക്ക് വേണ്ടി കൊല്ലാനുള്ള കാരണം എന്താണ്? ഒറ്റ കാരണമുള്ളൂ, നമ്മൾ ദീനാക്കി ആളുകളെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തത് ആരാധനയുടെ ചിട്ടകൾ മാത്രമായി. അപ്പോൾ എന്തായി? വീട്ടിൽ നിന്ന് വാപ്പാനും ഇമ്മാനും പറ്റിച്ച് മറ്റൊരാളുടെ കൂടെ നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് പോകുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ പറയാൻ, അവൾ ഇഴ്ത്തിക്കാഫിനൊക്കെ വന്ന പെൺകുട്ടിയാണ് കേട്ടോ, എന്നിട്ട് അവൾ എന്തേ ഇങ്ങനെ ആയത്? അതിന് കാരണം എന്തിനാണ് നിസ്കാരം, നോമ്പ്, ആരാധന എന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല, വളരെ കുറവാണ്. ഞാൻ ചുരുക്കാട്ടോ, വളരെ ലളിതമായിട്ട് പറയണം. എന്തിനാ നിസ്കാരം? എന്തിനാ നിസ്കാരം? വുദുണ്ടാക്കാനാണോ നിസ്കാരം? അങ്ങനെയാണെങ്കിൽ വെള്ളമില്ലെങ്കിൽ തയമ്മും ചെയ്യണം എന്ന് പറയില്ല. ഖിബിലക്ക് നേരെ നിൽക്കാനാണോ നിസ്കാരം? അല്ല, ഖിബില അറിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക്, അറിയുന്നൊരു ഭാഗത്തേക്ക് നിൽക്കുക. പക്ഷേ ഖിബില അറിഞ്ഞിട്ടില്ലെങ്കിലും വുദു എടുക്കാൻ വെള്ളമില്ലെങ്കിലും 2 കൈയില്ലെങ്കിലും 2 കാലില്ലെങ്കിലും നിസ്കരിക്കണം. പക്ഷെ എന്തിനാ നിസ്കാരം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇതിനാ നിസ്കാരം. ഇന്ന സ്വലാത്ത, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ നിസ്കരിക്കണം, പക്ഷെ ഇന്ന സ്വലാത്ത അള്ളാഹ് സ്വീകരിക്കണം നിസ്കാരം, പരലോകത്ത് കൂലിട്ടണം നിസ്കാരം. നാളെ പരലോകത്ത് ആദ്യത്തെ വിചാരണയിൽ ഉത്തരം ലഭിക്കുക വഴി, അള്ളാഹ് സ്വീകരിക്കുക വഴി സ്വർഗം കിട്ടണം നിസ്കാരം. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കാനാണ് നിസ്കാരം. നിസ്കാരം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി, ഞാൻ യുവാവായിട്ട് പറയാൻ, എൻ്റെ ചങ്ങായി പറഞ്ഞു, ഷാഹിദേ എൻ്റെ ഫോണിലേക്ക് ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിൽ കയറിയ കുറച്ച് തോന്നിയാസ വീഡിയോ കാണാം എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ വരണം, ഞാൻ ലുഹ്റുസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാണ്, ആ വീഡിയോ കണ്ടാൽ എൻ്റെ ഈ ലുഹറും അസറും സുബയും കംപ്ലീറ്റ് പോകും, നിസ്കാരം കൊണ്ട് ഉപകാരമില്ലാത്ത ഒരാളായി മാറും, അതുകൊണ്ട് ഞാനത് കാണാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം അള്ളാൻ്റെ ഒക്കെ ഉണ്ടാവും. ആ നിസ്കാരം അള്ളാൻ്റെ ഒക്കെ ഉണ്ടാവും. എന്തിനാണ് നോമ്പ് എന്നുള്ളിടത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ലളിതമായിട്ടാണ് നമുക്ക് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ നോമ്പ് ഓൽക്കുന്നത് എന്ന് പറഞ്ഞെടുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞില്ലേ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. ഒരാൾ നോമ്പോറ്റു, എന്നിട്ട് അയാളുടെ സംസാരത്തിലോ ഇടപാടിലോ യാതൊരു വിധത്തിലും അയാൾ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ, വലൈസലില്ലാഹി ഹാജ്ജ, പടച്ചോൻ ആവശ്യമില്ല, ഓൻ പട്ടിണി കിടക്കണതും തറാവിസ്കരിക്കണതും എഴുത്തിക്കാഫിരിക്കണതും അള്ളാഹ്ക്ക് ആവശ്യമില്ല. അപ്പം എന്തിനാ നോമ്പ്? നമ്മളെ പട്ടിണി കിടക്കാനാ? അല്ല. നമ്മൾ ഈ ചർച്ച എന്താ അറിയോ? ചർച്ച എന്താ? ബാങ്ക് കൊടുക്കണ സമയത്ത് വായിലുള്ള അന്നം ഇറക്കാൻ പറ്റൂലേ? ഞാൻ ആ ഫിഖ്ഹി ചർച്ചയെ നിസ്സാരപ്പെടുത്തല്ല. അല്ല, എന്നാ നോമ്പ് നോറ്റ ഒരാൾ മറ്റൊരാളോട് ദേഷ്യപ്പെട്ടിട്ടൊരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നോമ്പ് മുറിയോ മുറിയില്ലേ എന്നുള്ളതിനെ പറ്റി നമ്മുടെ നാട്ടിൽ ചർച്ച ഇല്ലാത്തതിന് കാരണം എന്താണ്? നമ്മൾ മർമ്മത്തുനിന്ന് പോയി. ഞാൻ നാളൊരു ക്ലാസ് എടുത്തപ്പോഴേ എനിക്കിപ്പോഴും ഓർമ്മ, ഇങ്ങനെ സന്ദർഭമായിട്ട് ഓർമ്മ വരികയാണ്. ക്ലാസ് എടുത്തപ്പം നോമ്പുകാരൻ കോപിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, ഒരാൾ തെറി പറഞ്ഞാൽ അങ്ങോട്ട് അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് തിരിച്ചു പറയണമെന്ന് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾ എന്നിട്ട് പറഞ്ഞു, മൗലവി എനിക്കൊരു സംശയമുണ്ട്. എന്ത് ചോദിച്ചു? ഇന്നോടൊരാൾ ചൂടായി, അതിൽ ഞാൻ അനസ്വായിമുൻ എന്ന് പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ ഓങ്ങട്ട് തിരിച്ചിട്ട്
അനസ്വായ്മു ഞാനും നോമ്പുകാരനാണ്. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? അപ്പം ഇയാളത് ആനന്ദ വെച്ചാൽ നമ്മൾ തുമ്മുണ്ടല്ലോ അൽഹംദുലില്ലാ, അപ്പം മറ്റേ ഇർഹമുക്കുമുള്ള, അപ്പോൾ എഹദീക്കുമുള്ള വസ്ലു ബാലക്കും എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞളിക്കേണ്ട ഒരു സാധനം എന്നാണ്. ഇപ്പം ഞാൻ നോമ്പുകാരനാണ്, അപ്പം മറ്റോ ഇജ് നോമ്പുകാരനാണെങ്കിൽ ഞാൻ ഓൾസോ നോമ്പുകാരൻ, ഞാനും നോമ്പുകാരനാണ്. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? ഇത് പറഞ്ഞളിക്കേണ്ട ഒരു സാധനമല്ല, ഇത് ദീനാണ്. എന്താണത്? ദീനാണ്. നോക്കടാ, ഇൻ്റെ വാപ്പാനാണ് വിളിച്ചത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ചെറുപ്പത്തിൽ കൈപിടിച്ച് മദ്രസയിലൂടെയും അങ്ങാടിയിലൂടെയും എന്നെ കൊണ്ടു നടന്ന എൻ്റെ വാപ്പാനാണ് ഈ തെറി വിളിച്ചത്. അത് തെറിയാണെന്ന് എനിക്കറിയാം. ആ വിളിച്ചതിന് തിരിച്ചു പറയാൻ എൻ്റെ നാവിന് കഴിവുണ്ട്. പക്ഷെ ഞാൻ പറയില്ലടാ. എന്തേ? കാരണം ഞാൻ നോമ്പ് നോറ്റോനാണ്. അതിനാ നോമ്പ്. സ്വഭാവത്തെ സ്വാധീനിക്കണം ആരാധന. സ്വഭാവത്തെ സ്വാധീനിക്കണം മാരെ ജുമാ ഖുത്ബയും ഹിജാബും സുന്നത്ത് നിസ്കാരം, ളുഹാ നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകളും ദുആകളും ഒക്കെ അതീന്ന് മാറി ഇങ്ങോട്ട് ആരാധന മാത്രം. അതിൻ്റെ ഭവിഷ്യത്ത് എന്താ അറിയോ? അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളെ നാടുകളിൽ, ഞാൻ പ്രവാചകൻ്റെ സംഭവം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്ത് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു എൻ്റെ ഓർമ്മയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു തർക്കമുണ്ടായി. അതിൽ ദേഷ്യം പെട്ടെന്ന് വന്നിട്ട് കറുത്തവൻ്റെ മോനെ എന്ന് വിളിച്ചു. ഈ വാചക ശ്രദ്ധയാണ്, കറുത്തവൻ്റെ മോനെ. ഉടനെ തന്നെ തിരിച്ചെടുത്തു. ഞാൻ പറയാൻ പാടില്ലായിരുന്നു, പുറത്തേരെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരിച്ച രൂപം നമ്മുടെ സംഘടന, വീട്, വ്യക്തി ജീവിതം മൂന്നിലും എഴുതി വെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്തറിയോ? അബൂദർറേ, ജാഹിലിയത്തിന്റെ ചളിക്കുണ്ടിൽ നിന്ന് നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലേ, ഇപ്പോഴും നീ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ലല്ലേ. നമ്മൾ വെറുതെ ഒന്ന് പേരാക്കി എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു വാചകമായിട്ട് എഴുതിയേക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ എന്ന് പറയാൻ, അബൂദർറേ, ജാഹിലിയത്തിൽ നിന്ന് അബൂജഹലിൻ്റെക്കെന്ന് അബൂലഹബിൻ്റെക്കെന്ന് നീ മുഹമ്മദ് നബിയിലേക്കും അള്ളാഹുവിലേക്കും എത്തിയിട്ടില്ലല്ലേ, പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. എന്തേ അബൂദർ അള്ളാഹിന് ചെയ്ത്? അല്ലല്ല എന്ന് പറഞ്ഞോ? ഖുർആനിലെ 114 അധ്യായത്തിൽ 100 ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞോ? മുഹമ്മദ് നബിക്ക് ശേഷം വേറെ റസൂൽ ഉണ്ടെന്ന് പറഞ്ഞു? അല്ല. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത നാമം വിളിച്ചു. അത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കി, സങ്കടം ഉണ്ടാക്കി. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം അറിയോ? അബൂദർറേ, ഈ നിസ്കരിക്കുന്നുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഉംറ ചെയ്തിട്ടുണ്ടാവും, സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതുകൊണ്ടൊക്കെ നിന്നിൽ ഉണ്ടാകേണ്ടതായിരുന്നു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾക്ക് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. ഇത്ര കാലം നിസ്കരിച്ചിട്ടും അയാളെ നിറത്തിൻ്റെ പേരിൽ, ഉയരത്തിൻ്റെ പേരിൽ, ജനിച്ചതിൻ്റെ പേരിൽ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കരുത് എന്ന് 20 കൊല്ലമോ 10 കൊല്ലമോ 5 കൊല്ലമോ നിസ്കരിച്ചിട്ട് നോമ്പോറ്റിട്ട് ഖുർആൻ ഓതിയിട്ട് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇസ്ലാമൊക്കെ എത്തിയിട്ടില്ലടാ, എനിക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കാം മുവഹിദുകളെ, നമ്മളെ വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളിങ്ങനെ നിർത്തുക, അങ്ങോട്ട് ചോദിക്കുക, എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവർത്തനം കൊണ്ടും എൻ്റെ കുടുംബത്തിൽ അറിഞ്ഞുകൊണ്ട് എൻ്റെ വാചകം കൊണ്ട് കരഞ്ഞവരില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സംസാരം കൊണ്ട് 2 കുടുംബം പിളർന്നിട്ടില്ല, എൻ്റെ ഇടപെടൽ കൊണ്ട് ആളുകൾ ശത്രുക്കളായിട്ടില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? എങ്കിൽ നമ്മുടെ ആരാധന അല്ലാഹു സ്വീകരിക്കുന്നുണ്ട്. ആരാധന സ്വീകരിക്കുന്നുണ്ട്. 65-ാമത്തെ വയസ്സിൽ കച്ചറ കൂടുമ്പോഴും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും വിളിച്ച അതേ തെറി 65ാം വയസ്സിലും വിളിക്കുന്നുണ്ടെങ്കിൽ ലളിതമായൊരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ, ഈ 50 കൊല്ലം നമ്മൾ കേട്ട ഖുത്ബയുടെ എഫക്റ്റ് ആർക്കാണ്ടാണ്ട്? ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ദീനില്ലാത്ത കാലത്ത്, നിസ്കരിക്കാത്ത കാലത്ത് ഞാൻ വിളിച്ച അതേ തെറി 10-60ആയി പേരക്കുട്ടിയായിട്ട് ഇപ്പോഴും അങ്ങാടിയിൽ നിന്ന് കച്ചറ കൂടുമ്പോൾ എൻ്റെ നാവെന്ന് വരുന്നുണ്ടെങ്കിൽ എന്നിലുണ്ടായ സംസ്കാരം എന്താ കൂട്ടരെ? നിസ്കാരത്തഴമ്പുണ്ടായിരുന്നോ? അതോ റുക്കുഴക്കും സുജൂദുക്കും പോകാൻ കഴിയാതെ കസേരമെന്ന് നിസ്കരിക്കാനായി? ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം, ആരാ മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവനാൻ്റെ കയ്യ്, അവനാൻ്റെ പെരുമാറ്റം, നാവ്, ഇതുകൊണ്ട് മറ്റൊരാൾക്ക് സംരക്ഷണം ഉണ്ടാകണം. എൻ്റെ ഭാര്യ എന്നെ പറ്റി പറയണം, ഇക്കാക്ക നിസ്കാരം ദീനൊന്നുമില്ലായിരുന്നു, പക്ഷെ കഴിഞ്ഞ റമദാൻ മുതൽ അല്ലെങ്കിൽ 5 കൊല്ലം മുതൽ ആ ക്ലാസ്സിന് ശേഷം പള്ളിക്ക് പോകാൻ തുടങ്ങി, സുബഹിക്ക് പോകാൻ തുടങ്ങി, ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അന്ന് മുതൽ
എൻ്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും വരാൻ തുടങ്ങി. കാരണം അതുവരെ രണ്ടാമത്തേനും മൂന്നാമത്തേനും ചൂടായിരുന്ന കാക്ക ഇപ്പം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്തു. ആദ്യമൊക്കെ ചെറിയ കാര്യത്തിന് മക്കളെ അനാവശ്യമായി കുറ്റം പറഞ്ഞിരുന്ന കാക്ക ഇന്ന് മക്കളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. ഭാര്യമാരെ നിങ്ങളെ പറ്റി നിങ്ങളെ ഭർത്താക്കന്മാർ പറയണം, ഞാൻ കല്യാണം കഴിക്കുന്ന സമയം പോലെ അല്ലട്ടോ അവള് കഴിഞ്ഞ 2 വർഷം മുമ്പ് ജുമാക്ക് പോകാൻ തുടങ്ങി. അതിന് ശേഷം എൻ്റെ വീട് സന്തോഷമായി, ഞങ്ങൾക്ക് ആഹ്ലാദമായി. എൻ്റെ കാര്യങ്ങൾ അവൾ കണ്ടറിയുന്നു. എൻ്റെ വാപ്പാനിമ്മാനും സ്വന്തം ബാപ്പിയായിട്ട് ഉമ്മയായിട്ട് അവൾ അംഗീകരിക്കുന്നു. ഞങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഞാൻ എന്നെക്കാളധികം അവളെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളെപ്പറ്റി പറയുമ്പോഴേ വിശ്വാസിനികളെ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുള്ളൂ, നമ്മുടെ ആരാധനയ്ക്ക് ഫലമുണ്ട് എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ എന്താ അറിയോ, ഞാനൊന്നും ആലോചിക്കാൻ, എനിക്കറിയുന്നൊരു പ്രദേശത്തെ സംയുക്ത ഈദ്ഗാഹ് വെച്ചു. സംയുക്ത ഈദ്ഗാഹ് അപ്പം അങ്ങനെ വട്ടം കൂടി എല്ലാ ടീമും കൂടിയിട്ടായിരുന്നു. ഒന്നാമത്തെ തവണ ആരാണ് നമ്മുടെ ചെറിയ പെരുന്നാൾ ഗ്രൗണ്ട് ഒരു ടീമിൻ്റെത്, ഇമാം ഒരു ടീമിൻ്റെത്, ഖത്തീബ് ഒരു ടീമിൻ്റെ, അങ്ങനെയുള്ള വീതം വെക്കുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ ഗ്രൗണ്ട് ഒരു ടീം പറഞ്ഞു ഞങ്ങൾ ഗ്രൗണ്ടിൽ തന്നെ ആയിക്കോട്ടെ ഞങ്ങളത്, ഇമാമ് ഞങ്ങളത്, ലാസ്റ്റ് ഖത്തീബ് ഒരു വിഭാഗത്തിൻ്റെ, ഏതായിക്കോട്ടെ ഖത്തീബ് ഒരു വിഭാഗത്തിൻ്റെ. അപ്പോൾ ഇനി അടുത്തതാരാ ഖത്തീബ് ഒരു ടീമിന് കൊടുത്തപ്പം പിന്നെ ആ ടീം മാത്രം ചേർന്നാൽ മതി. ഇങ്ങനെ ചേർന്നിട്ട് നമ്മളീ ആരാ ഖത്തീബ് വലിയ സദസ്സാണ്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നമ്മൾ പുറത്തേക്കൊന്നും പോകണ്ട, നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയല്ലേ യുവാവുണ്ടല്ലോ, മൂപ്പരെ നമുക്ക് ഖത്തീബാക്കാന്ന് പറഞ്ഞു. ഞാൻ പേര് മാറ്റി പറയാം, എൻ്റെ പേരായിക്കോട്ടെ, ഷാഹിദിനെ നമുക്ക് ഖത്തീബാക്ക. പറഞ്ഞ സ്പോട്ടിൽ ഖത്തീബിൻ്റെ വാപ്പ നീച്ചിട്ട് പറഞ്ഞു, ഓനെങ്ങാനും ഇവിടെ കുത്തു പറഞ്ഞ ആദ്യത്തെ അടി ഞാനേക്കാരെന്ന് പറഞ്ഞു. കമ്മിറ്റി പിരിച്ചുവിട്ട്, കാരണം തീരുമാനം കഴിഞ്ഞ് പുറത്തുനിന്ന് ഖത്തീബിനെ കൊണ്ടുവരാനായി. ഓനെങ്ങാനും ഇവിടെ ഈദ്ഗാഹിനെന്നാൽ ഈദ്ഗാഹും ആവില്ല, ചെറിയരുന്നാളും ആവില്ല, ഇവിടെ ബദറും ഉളുഹിയത്ത് ചെറിയരുന്നാൾക്ക് ഇറക്കേണ്ടി വരും, ഒന്നാമത്തെ അറിവ് ഞാനേക്കാരം. അപ്പം എന്ത് അപ്പം വാപ്പ എഴുന്നേറ്റ് എന്നിട്ട് പറയണം, നിങ്ങൾ ഓൻ്റെ വയലിൻ്റെ മാതാപിതാക്കളോടുള്ള കടമൻ്റെ ക്ലിപ്പും വൈറലും റീൽസൊക്കെ കാണില്ലേ? എനിക്ക് എത്രങ്ങാനും ആൾക്കാർ അയച്ചതിൽ ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം, വാപ്പയാണ് സ്വർഗത്തിൻ്റെ മധ്യത്തുള്ള കവാടം, എല്ലായിടത്തും വൈറലാണ്. ഓനോടിൻ്റെ പെണ്ണുങ്ങളോടും മുണ്ടിയിട്ട് 3 കൊല്ലയിക്കണ്. അഥവാ ഞാനാണ് ഓൻ്റെ വാപ്പിയമ്മയും. ഓനോൻ്റെ പെണ്ണുങ്ങളും 2ാമത്തെ നിലയിലുണ്ടാവും, അവിടുന്ന് ഭക്ഷണത്തിന് ഇറങ്ങി വരും, മുണ്ടൂല, വർത്താനം പറയില്ല, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായില്ലാരും 3 കൊല്ലമായിട്ട് ഞങ്ങളോട് മുണ്ടാത്തുവാൻ. അതിൻ്റെ ഇടയ്ക്ക് 30 വയസ്സ് പറഞ്ഞിട്ട് വാപ്പാനിമാനി നോക്കുന്നതിനെ പറ്റിയിട്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണ സോങ്ങളെ? അതിന് കാരണം നമ്മൾ ദീനാക്കി ആളുകളുടെ മുന്നിൽ വെച്ചത് ആരാധനകൾ മാത്രമാണ്. ഞാൻ ആവർത്തിക്കുന്നു, തെറ്റിദ്ധരിക്കരുത്. ആരാധന വേണം, അനുഷ്ഠാനം വേണം, ഇസ്ലാമിൻ്റെ ഷിആറുകൾ വേണം. ഇതൊക്കെ എന്തിനാണ്? ഇതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ. എൻ്റെ അയൽവാസികൾ എന്നെപ്പറ്റി നല്ലത് പറയണം, എൻ്റെ കുടുംബം എന്നെപ്പറ്റി നല്ലത് പറയണം. ഞാനുമായി സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആൾക്കാർ, ഞാൻ ഇന്നും ഒരു സ്ഥലം ആലോചിക്കുകയാണ്, അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പം ഞാൻ ചോദിച്ചു, നമുക്കിവിടെ പള്ളി ഉണ്ടോ ചോദിച്ചു. പള്ളിയുണ്ട് മൗലവി, പള്ളിയുണ്ട്. പിന്നെന്തേ പണ്ടത്തെ അതേ ആൾക്കാർ തന്നെയാണല്ലോ ഇപ്പോഴും. പുതിയതായിട്ട് ഒരു 5-8 കൊല്ലമായിട്ട് ഒരാളും കൂടി ഏറെ വന്നില്ലല്ലോ. അതിൽ വന്നിട്ടാണ് വയലതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. റൂമിൽ കൊണ്ട് ഇങ്ങോട്ട് നിന്നിട്ടാണ്, മൗലവി ഇതിൻ്റെ മുന്നിൽ നിൽക്കണ ആളുണ്ട്, മുന്നിൽ നിൽക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പള്ളി സ്ഥാപനത്തിനൊക്കെ ആൾക്കാർ അറിയപ്പെടുന്നത്, നാട്ടിലാണ്. അദ്ദേഹം ആൾക്കാരേക്കൊന്ന് പൈസ വാങ്ങും, തിരിച്ചു കൊടുക്കൂല. ആൾക്കാരെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവിടെ 2 ലക്ഷത്തിന് സാധനം ഉണ്ട്, ഇവിടെ 8 ലക്ഷത്തിന് ഇട്ടാൽ എല്ലാ മാസം 8000 കിട്ടും എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികമായി നാട്ടിലത്തെ പല മനുഷ്യന്മാരെയും പറ്റിച്ചു. അദ്ദേഹമാണ് ഈ പള്ളിൻ്റെ കൈകാര്യകർത്തൃത്വത്തിൽ കമ്മിറ്റികളിൽ മുന്നിലുള്ളത്. ഒറ്റ കുട്ടി പള്ളി കയറൂല, ഒരൊറ്റ കുട്ടിയും ഈ പള്ളി കയറൂല. സഹോദരങ്ങളെ, അനുഭവമാണ് പറയണേ. എത്രയോ മനുഷ്യരുണ്ട്, നിസ്കാരത്തഴമ്പുണ്ട്, പള്ളിയിലേക്ക് വരുന്നു, പള്ളിയിൽ തൗഹീദ് ക്ലാസുകൾ വെക്കാൻ മുന്നിലുണ്ടാവുന്നു, അതിൻ്റെ പണച്ചെലവ് ഏറ്റെടുക്കുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തിൽ, നാട്ടിൽ, കുടുംബത്തിൽ പലിശയിട്ട് ബന്ധപ്പെടാൻ അവർക്ക് പ്രശ്നമല്ല, ആൾക്കാരേക്ക് പൈസ വാങ്ങി മുങ്ങണിനവർക്ക് പ്രശ്നമല്ല, കരാറ് പറഞ്ഞിട്ട് ഇന്ന ദിവസം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവർക്ക് പ്രശ്നമല്ല. അതിലൊന്നും തീരില്ല, ഒന്നിലും തീരില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ താടി നീണ്ട അല്പമൊക്കെ പ്രായമായ സാധുവായൊരു മനുഷ്യൻ 2 കൈകളും ഉയർത്തി യാ റബ്ബി പടച്ചോനെ എന്ന് കണ്ണുനീരോടുകൂടി ദുആ ചെയ്യണ കണ്ടപ്പം സഹാബാക്കൾ അത്ഭുതത്ത് പറഞ്ഞില്ലേ, നബിയെ
അയാളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പടച്ചോൻ ഉത്തരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരെ പ്രാർത്ഥനക്കാണ്? കിബിലക്ക് നേരെയാണ്, കൈകൾ ഉയർത്തി കണ്ണുനീരോടുകൂടി താടികൾ രോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, തളർറുഅൻ വഖഫിയ്യ എന്ന് പറഞ്ഞ പോലെ ആത്മാർത്ഥമായി. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത് അന്നാ യുസ്തജാബു ലഹു, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമർകബുഹു ഹറാം വഗുദിയ ഫിൽ ഹറാം. അയാളെ വണ്ടി, വാഹനം, ഡ്രസ്സ്, വീട്, കച്ചവടം ഊട്ടപ്പെട്ടത് കംപ്ലീറ്റ് ഹറാമായ പൈസയാണ്. നബി പറഞ്ഞില്ല എന്നാലും അയാൾ പള്ളിക്ക് വരുന്നുണ്ടല്ലോ, എന്നാലും അയാൾ താടി വെച്ചുകണല്ലോ, എന്നാലും അയാൾ കൈകൾ ഉയർത്തി കഅബാലയത്തിന് നേരെ തിരിഞ്ഞല്ലോ. നബി പറഞ്ഞു, പഠിപ്പിച്ചില്ല. അങ്ങനെ ദീനല്ല നബി പഠിപ്പിച്ച്. നബി പഠിപ്പിച്ചു, താടി വെക്കുന്നവരെ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നവരെ, ഹിജാബ് ധരിക്കുന്നവരെ, പള്ളിയുമായി ബന്ധപ്പെടുന്നവരെ, അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഭാര്യയോട് നന്നായി പെരുമാറണം, മക്കളോട് നന്നായി പെരുമാറണം, അയൽവാസി പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം, നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഓഹരി ഉണ്ടാകണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞില്ലേ? അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞില്ലേ? അള്ളാഹു ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. വുളു ശരിയാകാത്തോണ്ടല്ലോ. അതിന്റെ അവസാനം എന്താണ്? 3 കാരണം. 1, വയംനഊനൽ മാഊൻ, തൊട്ടടുത്ത് ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യണ്ടായി, തിരിഞ്ഞോക്കിയില്ല. പട്ടിണി കിടക്കണ മനുഷ്യണ്ടായി, കീശിൽ നിന്ന് 1000 റുപ്യ ആണെങ്കിൽ 100 റുപ്യ കൊടുത്താൽ ഒരു ദിവസത്തെ പട്ടിണി മാറ്റായിരുന്നു. തിരിഞ്ഞു നോക്കിയില്ല. അവിടെയുള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, മക്കളെ സ്കൂളിൽ ചേർക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളെ ഒന്നും തിരിഞ്ഞു നോക്കാതെ രാവിലെയും വൈകുന്നേരം തല താഴ്ത്തി പള്ളിയിലേക്ക് മാത്രം നടന്നു പോകുന്ന ഒരാളുടെ ആരാധന അള്ളാഹ്ക്ക് വേണ്ട. എന്തേ കാരണം? ആരാധനക്കനുസരിച്ച് സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകണം. എൻ്റെ സാമ്പത്തികമായ ഇടപാടിൽ എനിക്ക് സൂക്ഷ്മത ഉണ്ടാണ്. എന്താ അറിയോ? ഞാനെങ്ങാനും ഒരാളെ വഞ്ചിച്ചാൽ, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, ഞാൻ ഒരാളെ ചതിച്ചാൽ, വഞ്ചിച്ചാൽ, കടം വാങ്ങിയിട്ട് ഞാൻ തിരിച്ചെടുക്കാതെന്നാൽ, അനന്തര സ്വത്തിൽ അള്ള പറയാത്ത നിയമം ഞാൻ പാലിച്ചിട്ട് നാട്ടുകാർക്ക് വേണ്ടി ഞാൻ സ്വത്ത് അടിച്ചെടുത്താൽ, ഒറ്റ നിസ്കാരവും പടച്ചോ സ്വീകരിക്കൂല എന്ന് പഠിപ്പിച്ചു നോക്കിൻ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഞാൻ ചുരുക്കാൻ അവസാനിപ്പിക്കാൻ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ദീൻ എന്ന് പറഞ്ഞാൽ ആരാധനകൾക്കനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റമുണ്ടാകലാണ്. ആരാധനകൾക്കനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളർത്തുപുത്രനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. വളർത്തുപുത്രനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ കുറിച്ച്, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണമുണ്ടായപ്പോ അറിയാതെ തെറ്റിദ്ധരിച്ച് മിസ്തഹ് റളിയല്ലാഹു അൻഹും അതിൽ ചേർന്നു പ്രചരിപ്പിക്കുന്നതിൽ. നമ്മളിങ്ങനെ നമ്മളെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരിക. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടീനെ നമ്മൾ വളർത്തുക. ഭക്ഷണം, വസ്ത്രം, താമസം ഒക്കെ നമ്മളെ കുട്ടിയായിട്ട് വളർത്തുക. അവൻ്റെ പെങ്ങളായി കരുതേണ്ട. ആ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടിനെ കുറിച്ചിട്ട് അങ്ങാടിയിൽ വ്യഭിചാരാരോപണം നടക്കുമ്പം അതിൻ്റെ മുമ്പിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുക, വളർത്തുപുത്രൻ ഉണ്ടാകുക. എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അവസ്ഥ? മനുഷ്യ സ്വാഭാവികമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാത്തുന്നു, വിഷമുണ്ടെങ്കിൽ കാത്തുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. ആയത്തിറക്കി അല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഇനി മിസ്തഹിന് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമല്ല. അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി. അള്ളാഹിൻ്റെ ആയത്തിറങ്ങി, ഫൽയഅഫു ഫൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അബൂബക്കർ, മിസ്തഹിന് പുറത്തു കൊടുക്കണം. എന്ത്? സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയ മിസ്തഹിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറെ നീ പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അള്ളാഹിന്റെ ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ? നിസ്കാരത്തിന് ശേഷം എത്ര തെറ്റുകൾ പൊറുക്കാനാണ് അള്ളാഹിനോട് തേടുന്നത്? അതുതന്നെയല്ലേ 30 കൊല്ലവും തേടുന്നത്? റമദാനിൽ നമ്മൾ അല്ലാണ്ട് എന്താ തേടിയ? പടച്ചോനെ ഇനി ഞാൻ ആവർത്തിക്കൂല. അടുത്ത റമദാൻ എന്താ നമ്മൾ തേടുന്നത്? പടച്ചോനെ കഴിഞ്ഞ റമദാനിൽ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അതേ തെറ്റ് വീണ്ടും ഒരു കൊല്ലമായി ആവർത്തിക്കുന്നു. ആയിരക്കണക്കിന് തെറ്റുകൾ ആവർത്തിച്ചല്ലാനോട് ചോദിക്കുമ്പം അത് പുറത്തു തരണമെന്ന് അബൂബക്കറെ നീ ഉദ്ദേശിക്കണില്ലേ? മിസ്തഹ് നിന്നോട് ഒന്നല്ലേ ചെയ്തത്? അത് പുറത്തു കൊടുക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ അബൂബക്കറെ നീ മുസ്ലിം അല്ല. നമ്മുടെ നാട്ടിൽ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കുന്ന് പുറത്തേക്ക് ഇറങ്ങണ അദ്രമാക്കാണ്. അദ്രമാക്കങ്ങൾ
മഹമൂദാക്കാണ്ട് തെറ്റിക്കല്ലേ. നമുക്കൊന്ന് പോയി സലാം പറഞ്ഞാലോ? മഹമൂദിനോട് മുണ്ടിയിട്ട് കിട്ടുന്ന സ്വർഗം തൽക്കാലം അദ്രഹ്മാന് വേണ്ട. മൂപ്പർക്ക് പള്ളി കയറിയുന്ന ആകെ പണി എന്തേക്കാ അറിയോ? സൊഫ് നേരെയാക്കണീൻ്റെ ഫതില്, വിരലണക്കണീൻ്റെ ഹുക്കുമ്. സോളെ ഞാനിങ്ങനെ കുറ്റപ്പെടുത്തല്ല, ഇതിനേക്കാളും പ്രധാനമാണല്ലോ അത്. ഇതിനേക്കാളും പ്രധാനമാണല്ലോ. ഇത്തിക്കാഫിന് എല്ലാവരും വരുന്നെന്ന് പറയണ മൈമൂനാത്താണ്. മൈമൂനാത്ത നിങ്ങൾ ജമീലാത്താണ്ട് തെറ്റിക്കല്ലേ, നമുക്കൊന്ന് പോയി സലാം പറയട്ടെ, അല്ലെങ്കിൽ നരകം കിട്ടും. ജമീലാനോട് തെറ്റിയിട്ട് കിട്ടുന്ന നരകം തൽക്കാലം മൈമൂന സഹിച്ചു. ഇതാണ് ദീന്, ഇതാണ് ദീന്. ഈ ദീനാണ് വ്യത്യാസം. ഈ ദീനാ വ്യത്യാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു വിശ്വാസിയുടെ അമലുകൾ അള്ളാഹു ഉയർത്തുന്നതാണ്. ഒരാഴ്ചയിൽ അമലുകൾ. രണ്ടു പേരുടേത് അള്ളാഹു അമലുകൾ ഉയർത്തൂല. നിസ്കാരം, നോമ്പ്, ദിക്ർ, ദുആ ഒന്നും ഉയർത്തൂല. നബിനോട് സങ്കടത്തില സഹാബാക്കൾക്ക്, നബിയെ ആർദാ ഉയർത്താത്തത്? ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തവരുതാണോ? ആണോ? ആത്മാർത്ഥമില്ലാതെ അല്ല. അവിടെ പറഞ്ഞത് ആരുടേതാണ് ഉയർത്താത്തത്? അഖവാനി മുത്തസ്വാരിമാനി, തെറ്റിക്കണ രണ്ടാൾക്കാരത്. എന്തുയർത്തൂല? എന്തുയർത്തൂല? നിസ്കാരം, ദിക്ർ, ദുആകള്, അമല് സ്വാലിഹാത്തുകൾ ഉയർത്തൂല. അള്ളാന്റെ ഏക്കൽ എത്തൂല. അള്ളാന്റെ ഏക്കൽ എത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടരെ ചെയ്യണത്? അവർ തിരിച്ച് നന്നാകുന്നത് വരെ ഇങ്ങനൊരു ദീന് മദ്രസയിൽ മുതൽ പഠിപ്പിച്ചു കൊടുത്തു നോക്കി. ബാപ്പാനിമ്മാനും നോക്കാത്തവന് ആരാധന അള്ളാഹു സ്വീകരിക്കൂല. കഷ്ടപ്പെടുന്നവനെ തിരിഞ്ഞു നോക്കാത്തവന്റെ ബാക്കിയുള്ള പ്രവർത്തനം പടച്ചോൻ പരിഗണിക്കണമെന്നില്ല. അവനാന്റെ കുടുംബത്തിൽ അലമ്പ് കാട്ടി നടക്കണോൻ, അവന്റെ താടിയും അവന്റെ നെരിയാണിയും പടച്ചോന്റെ പക്കൽ വില പോകൂല. ആദ്യം ശരിയാകേണ്ടത് ആരാധനകൾ കൊണ്ടുണ്ടാകേണ്ട സ്വഭാവ സംസ്കരണമാണ്. അതാണ് സുന്നത്ത്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കണം. എന്താ അറിയോ? നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയിട്ട് ആളുകൾക്ക് പൊതുവെ ദീനിനോട് വെറുപ്പുണ്ടാകുന്നതിന് കാരണം ആരാധനകളിൽ സജീവമായ ആളുകളിൽ നിന്ന് തന്നെ ദീനിനെതിരായ കാര്യങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ സാധാരണ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു ചെറിയൊരു തമാശ ഉണ്ട്, പഴയതാണ്, കേട്ടിട്ടുണ്ടാവും. ഒരു കണ്ണു കാണാത്തൊരു സാധു മനുഷ്യൻ, അദ്ദേഹം നമ്മുടെ തൂക്കുപാലല്ലേ, ഇങ്ങനെ ഇളകണ തൂക്കുപാലത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കയറുകയാണ്. അദ്ദേഹം ഇങ്ങനെ തപ്പിപ്പിടിച്ചിങ്ങനെ കയറുമ്പം അപ്പുറത്ത് നിന്നുള്ള ആള് പാലങ്ങനെ ആട്ടുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ വീഴാൻ പോണ രൂപത്തിൽ പാലാട്ടാണ്. അപ്പം അദ്ദേഹം ഇവിടുന്ന് ഉറക്കെ, ഹാജിയാരെ പാലം കുലുക്കല്ലി എന്ന് പറഞ്ഞു. ഹാജിയാരെ പാലം കുലുക്കല്ലി. അപ്പം അദ്ദേഹത്തിന് കണ്ണു കാണൂല. അപ്പം അവിടുന്ന് ആചാര ഉറക്കെ ചോദിച്ചല്ലോ, എടാ എനിക്ക് കണ്ണു കാണൂലല്ലോ, പിന്നെ ഞാൻ ആചാരാണ് കുലിക്കണമെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായത്? ആജിയന്മാരെ എമ്മാര് പരിപാടിയൊക്കെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ അജ്ജ ചെയ്ത് വന്നാണല്ലോ, ജനിച്ച കുട്ടിനെ പോലെ അല്ല, ഇനി രണ്ടാമത് തെറ്റുണ്ടാക്കിയിട്ട് വേണമല്ലോ. ഇമ്മാര് എല്ലാ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇനി അജ്ജനൊക്കെ പോകുമ്പോൾ പടച്ചോനെ ഒന്നും ചെയ്തിട്ടില്ല, വല്ലതും കൊണ്ട് നരകത്ത് പോകുമെന്നുള്ള പേടിയിലാണ് ഉണ്ടാകുക. ഇതൊരു പൊതു സാധനമാണ്, ഇതൊരു പൊതു സംഘം. അതുകൊണ്ടാണ് നമ്മൾ വരെ നമ്മുടെ നാട്ടിൽ ചർച്ച എന്താ ഉണ്ടായത്? ഞാൻ സത്യത്തിൽ ചോദിക്കാട്ടോ, നമ്മുടെ നാട്ടിൽ ചർച്ച ഉണ്ടായി. താടി വടിച്ച ഒരാളുടെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ചർച്ചയാണ്, നമ്മുടെ ഒരു ഗതികേടാ പറഞ്ഞത്. താടി പഠിച്ചോൻ്റെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റൂലേ? ഞാൻ അതിൻ്റെ ഒരു ഫലായിലിനെയും ചെറുതാക്കില്ല. നമ്മൾ വെച്ചിട്ടാണ് വെക്കണമെന്ന് യുവാക്കളോട് മുഴുവൻ പറഞ്ഞിട്ടാണ്, പ്രവാചകന്റെ സുന്നത്ത് പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അതിനെ ചർച്ചൻ്റെ ഗൗരവം മെറിറ്റ് പറയണം. താടി പഠിച്ചവൻ്റെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റൂലേ? തിരിച്ചൊരു ചർച്ച ഉണ്ടായിക്കണോ? ബാപ്പാനിമാനി നോക്കാത്തവൻ്റെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റൂലേ? ഇല്ല. കാരണം എന്താ? അപ്പോൾ ഇമാമുക്ക് തന്നെ ആളെ കിട്ടൂല. ഇതാണ് ഇവനെ തർക്കിച്ചാൽ മതി. ഇതിൽ സംഘടനാ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം ഉറപ്പല്ലേ, ഒരാൾ വേഷവിധാനത്തിൽ പാലിക്കുന്ന സൂക്ഷ്മത വേണം. അതിനേക്കാളും പ്രധാനമാണ് ഖുർആൻ അടിസ്ഥാനപരമായി പറഞ്ഞ ബാപ്പാൻ ഇമ്മാനി തൃപ്തി. എന്തേ അതിനെപ്പറ്റി ചർച്ചയില്ലാത്തത്? അതിനെപ്പറ്റി ചർച്ചയില്ലാത്തതിന് കാരണം നമ്മൾ പോലും നമ്മുടെ ചർച്ചയും ചിന്താഗതിയും ആരാധനകളുടെ ബാഹ്യമായ ക്രമത്തിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടു എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ അവസാനിപ്പിക്കണം. 3 മീമുണ്ട് ഇസ്ലാമിൽ. പെട്ടെന്ന് പറയണം. 3 മീം, 4 മീം. ഒന്ന് മുസ്ലിം. ആരാണ് മുസ്ലിം? നേരത്തെ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളുടെ നാവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മറ്റൊരാൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമ്പോഴാണ് അയാൾ മുസ്ലിം. 2 മുഅ്മിനാൻ.
ആരാണ് മുഅ്മിൻ? ഒരാളുടെ ജീവിതം കൊണ്ട്, സ്വഭാവം കൊണ്ട് മറ്റൊരാൾക്ക് നിർഭയത്വം കിട്ടുമ്പോഴാണ് അയാൾ മുഅ്മിനായി മാറുക. 3, ആരാണ് മുനാഫിഖ്? ആരാ മുനാഫിഖ്? ആരാധനകളുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പക്ഷേ അയാൾ സംസാരിച്ചാൽ കളവ് പറയുന്നു, വാഗ്ദത്തം ചെയ്തിച്ചാൽ ലംഘിക്കുന്നു, തെറ്റിയാൽ പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ആളുകൾക്കിടയിൽ ഫിത്തനുണ്ടാക്കുന്നു, അപമാനമുണ്ടാക്കുന്നു. അഥവാ സ്വഭാവത്തിൽ അയാൾ ദീനിയായി മാറാത്തവനാണ് മുനാഫിഖ്. ഏറ്റവും അവസാനം ആരാണ് മുഫ്ലിസ്? പാപ്പരായവൻ ആരാണ്? നമുക്ക് അറിയണതായതുകൊണ്ട് അങ്ങനെ പറയണത്. ആരാധനകളൊക്കെയായി പരലോകത്തെത്തി മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതും, മറ്റുള്ളവൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതും, മറ്റുള്ളവനെ അങ്ങാടിയിലിട്ട് വശലാക്കുന്ന അവസാനിപ്പിക്കാത്തവനും, മറ്റുള്ളവൻ്റെ സമ്പത്ത് അടിച്ചെടുത്തവനും, മറ്റുള്ളവരുമായി ഹറാമായ ബന്ധമുണ്ടാക്കി വിഷമിപ്പിച്ചവൻ്റെയും അമലുകൾ മുഴുവൻ അള്ളാഹു നശിപ്പിക്കുന്നതിനാണ് മുഫ്ലിസ് എന്ന് പറയാം. സഹോദരങ്ങൾ, ഇത് മനസ്സൊന്ന് പോകരുത്. ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, നമ്മൾ പള്ളിയിലേക്ക് വരുന്നതിന് കാണിക്കുന്ന അതേ സൂക്ഷ്മതയും തഖ്വയും കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ സ്വതക്ക കൊടുക്കുന്നിടത്ത് കാണിക്കുന്ന അതേ സൂക്ഷ്മതയും തഖ്വയും ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തുമുണ്ടാകണം. നമ്മൾ അങ്ങാടിയിൽ മാന്യനാകുന്ന അതേ രൂപത്തിൽ, അതിനേക്കാൾ നന്നായി സ്വന്തം കുടുംബത്തിൽ ഇണയോടും മക്കളോടും പെരുമാറണം. നമ്മുടെ നാട്ടിലും ചുറ്റുപാടുമുള്ള മനുഷ്യരെ കാണുകയും എല്ലാവരോടും മാന്യമായി പെരുമാറുകയും ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക